സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഡിസൈനേഴ്സിൻ്റെ അവസ്ഥയിൽ വളരെ പ്രയാസമാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ എഫേർട്ട് എടുത്ത് നമ്മൾ കുറേ പണിയെടുത്തിട്ടായിരിക്കും ഒരു സാധനം ഡിസൈൻ ചെയ്യും. എന്നിട്ട് അത് നമ്മൾ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യില്ല പറഞ്ഞാൽ അവർക്ക് തൃപ്തിയാവില്ല, അത് പോരാ, തീരെ പോരല്ലോ എന്നുള്ള ഇതൊക്കെ ആവും. അത് പിന്നെ നമുക്ക് സഹിക്കാം. കാരണം ഓരോ ആളുകൾക്കും ഓരോ മൈൻഡ് സെറ്റാണ്. ഓരോ കമ്പനിക്കും അവരുടേതായ കാര്യങ്ങളും മറ്റും ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് നമുക്കൊരു പ്രയാസമല്ല. പക്ഷേ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 200, 300, 400, 500 ആ റേഞ്ചൊക്കെയാണ് ഡിസൈൻസിന് വരാറ്. അപ്പോൾ ഇതിലും താഴെ വാങ്ങണം എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി, 150 റുപ്യക്ക് പോസ്റ്റർ, 100 റുപ്യക്ക് പോസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനേഴ്സിൻ്റെ പ്രയാസങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഒക്കെ പൈസയാണ്. ഒരു സാധനം സോഫ്റ്റ്വെയർസിന് പോലും എമ്മാതിരി പൈസ എന്നറിയും. ഇപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ടേ ഒന്ന് ക്രിയേറ്റീവ് ക്ലൗഡിൻ്റെ എഡോബ് സോഫ്റ്റ്വെയർ റേറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ക്രിയേറ്റീവ് ക്ലൗഡ് പ്ലാൻ ആൻഡ് പ്രൈസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇതിലിങ്ങനെ പോകുമ്പോൾ അടിയിൽ ക്രിയേറ്റീവ് ക്ലൗഡ് പ്രൈസിങ് ആൻഡ് മെമ്പർഷിപ്പ് എന്നുണ്ടാവും. അതിലൊന്ന് പോയി നോക്കിയേ. ക്രിയേറ്റീവ് ക്ലൗഡിന് ഒരു മാസത്തിൽ 1499 റുപ്യാണ് ക്രിയേറ്റീവ് ക്ലൗഡ് ഒരു മാസത്തിന് കേട്ടോ. അതിൽ ഇനി സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് അതിലും വലിയ ചാർജാവും. ഇതാണ്ടില്ലേ, ഇപ്പോൾ ഫോട്ടോഷോപ്പ് മാത്രമാണെങ്കിൽ 599 റുപ്യ ഒരു മാസം കൊടുക്കണം. ഇല്ലുസ്ട്രേറ്റർ 599. ഇത് ഡിസൈനേഴ്സ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ക്രാക്കഡ് കയറ്റിയാലോ അത് അതിലേറെ പ്രശ്നമാണ്. ക്രാക്കഡ് കയറ്റിയാൽ അതിലേറെ പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ ചില ഏജൻറ്റ് വഴി കയറ്റുമ്പോൾ എഡോബ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാൽ അത് മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ. അപ്പോൾ ഈ പ്രീമിയം തന്നെ എടുക്കേണ്ട ഒരു അവസ്ഥയുള്ളത്. അത് പൈസ കൊടുത്ത് എടുക്കണം, അല്ലാണ്ട് വേറൊരു വഴിയില്ലല്ലോ. പിന്നെ അത് ബിസിനസ്സിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, അത് കുറച്ചും കൂടി ചാർജാവും. ഇപ്പോൾ ബിസിനസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കാൻ 3187 രൂപ ഒരു ക്രിയേറ്റീവ് ക്ലൗഡിന് ഒരു മാസത്തെ ചാർജാണ്. ഇത് കൊടുത്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഫ്രീ പിക്കിൽ പോയി നോക്കിയാൽ ഫ്രീ പിക്കിൻ്റെ പ്രൈസിങ് ആണ്. പ്രീമിയം അല്ല കേട്ടോ, ഇത് പ്രീമിയം അല്ല, ഫസ്റ്റത്തെ പ്രീമിയം അല്ല, 450 രൂപയാണ് കിട്ടുക. ഇനി പ്രീമിയം ആണെങ്കിൽ ഒരു മാസത്തിന് 600 റുപ്യ കൊടുക്കണം. അത് പൈസ അങ്ങോട്ട് കൊടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എൻവാൻഡോ ആണെങ്കിലും എല്ലാത്തിലും പൈസ ഇപ്പോൾ കൊടുക്കണം. നമ്മൾ പോസ്റ്ററൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മറ്റേ ഈ അതും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി പോസ്റ്റർ ആക്കണം. പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റേതായ പൈസ കൊടുക്കണം. ഞാൻ ഈ പറയുന്നത് 100-150 റുപ്യക്കൊക്കെ പോസ്റ്റർ പറയുന്ന ആൾക്കാരിൽ അവരോടാണ് പറയുന്നത്, നിങ്ങൾ ഡിസൈനേഴ്സിൻ്റെ ജീവിതം ശരിക്ക് ഒരു കൊലപാതകയാക്കണം. അതുകൊണ്ട് ഇനിയെങ്കിലും പോസ്റ്റർ ചെയ്യുമ്പോൾ പ്രൈസിങ് പറയുമ്പോൾ അവരുടെയും കൂടി ഒന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ബൈ.